ശരവണഭവൻ തേങ്ങാ ചട്നി കഴിച്ചിട്ടുണ്ടോ? തയ്യാറാക്കാൻ മിക്സഡ് ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 4 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3-4 എണ്ണം വരെയാകാം. അത് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 പിഞ്ച് ചെറിയ ജീരകവും, ഇനി 3-4 കറിവേപ്പിലയും, ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി സ്പെഷ്യലായിട്ട് ഇതിലേക്ക് നമ്മൾ പാല് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് പാലും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ലൂസായിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ച് പാല് ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു പിഞ്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ചുവന്നുള്ളി അരിഞ്ഞതും വറ്റമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശരവണഭവൻ സ്റ്റൈലിൽ തേങ്ങ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരവണഭവൻ തേങ്ങ ചട്നിയുടെ ടേസ്റ്റിൻ്റെ രഹസ്യം അറിയില്ല എന്ന് ഇനി ആരും പറയരുത്. ദോശയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്ത് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.